ഹായ്, ഇന്ന് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് ഏണിങ്സ് പെർ ഷെയർ EPS എന്നുള്ള ടോപ്പിക്കാണ്. മാർക്കറ്റ് റേഷ്യോസിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു റേഷ്യോ ആണ് ഏണിങ്സ് പെർ ഷെയർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം EPS എന്താണ്, EPS എന്തിനാണ് കണ്ടെത്തുന്നത്, EPS എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് വളരെ ചുരുക്കിയിട്ട് ക്ലാരിറ്റിയിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് EPS? ഏണിങ്സ് പെർ ഷെയർ. എന്താണ് ഏണിങ്സ്? പ്രോഫിറ്റ്. ഒരു കമ്പനീൻ്റെ പ്രോഫിറ്റാണ് ഏണിങ്സ്. അപ്പോൾ ഏണിങ്സ് പെർ ഷെയറോ, ഒരു ഷെയറിൻ്റെ പുറത്ത് കിട്ടുന്ന പ്രോഫിറ്റാണ് ഏണിങ്സ് പെർ ഷെയർ. ഓക്കെ, എന്തിനാണ് ഏണിങ്സ് പെർ ഷെയർ കണ്ടെത്തുന്നത്? ഒരു ഏണിങ്സ് പെർ ഷെയർ കണ്ടാൽ, ഒരു കമ്പനീൻ്റെ EPS കണ്ടാൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാം? ആ കമ്പനീൻ്റെ പ്രോഫിറ്റബിലിറ്റി മനസ്സിലാക്കാം, മറ്റൊന്ന് ആ കമ്പനീൻ്റെ ഫിനാൻഷ്യൽ ഹെൽത്ത് മനസ്സിലാക്കാം. ഈ രണ്ട് കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഒരു ഇൻവെസ്റ്റർക്ക് ഒരു കമ്പനിയെ നോക്കുന്ന സമയത്ത് ആ കമ്പനീൻ്റെ ഫിനാൻഷ്യൽ ഹെൽത്ത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഏണിംഗ് പെർ ഷെയർ കണ്ടെത്തുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ ഏണിങ്സ് പെർ ഷെയർ കണ്ടെത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഇക്വേഷൻ. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഏണിങ്സ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റാന്ന് പറഞ്ഞു, ഏണിങ്സ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ ഒരു ഷെയറിനുള്ള പ്രോഫിറ്റ്. അപ്പോൾ ഒരു ടോട്ടൽ പ്രോഫിറ്റിനെ ഓരോ ഷെയറിൻ്റെ പുറത്തേക്കും വീതിക്കുകയാണ്. അപ്പോൾ ന്യൂമറേറ്ററിൽ എന്ത് വരും? ടോട്ടൽ പ്രോഫിറ്റ് വരും. ഈ ടോട്ടൽ പ്രോഫിറ്റ് ആർക്കുള്ളതാണ്? ഷെയർ ഹോൾഡേഴ്സ്. ഏത് ഷെയർ ഹോൾഡർ? കോമൺ ഷെയർ ഹോൾഡർ. അപ്പോൾ ന്യൂമറേറ്ററിൽ എന്ത് വരും? IACS, ഇൻകം അവൈലബിൾ ഫോർ കോമൺ ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മൾ ഇൻകം അവൈലബിൾ ഫോർ കോമൺ ഷെയർ ഹോൾഡേഴ്സ് കണ്ടെത്തുക? അത് എന്താണ്? ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നോക്കും. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ അതിൽ പ്രോഫിറ്റ് ഉണ്ടാവും. പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ ഇൻട്രസ്റ്റും ടാക്സും കുറച്ച് ആഫ്റ്റർ ടാക്സ് പ്രോഫിറ്റ് കിട്ടും. ആഫ്റ്റർ ടാക്സ് പ്രോഫിറ്റിൽ നിന്ന് പ്രിഫേർഡ് ഡിവിഡൻഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രിഫേർഡ് ഡിവിഡൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇൻകം ആർക്കുള്ളതാണ്? അവൈലബിൾ ഫോർ കോമൺ ഷെയർ ഹോൾഡേഴ്സ്. അതാണ് IACS. ഓക്കെ, ഇനി ഡിനോമിനേറ്ററിൽ എന്ത് വരും? ഈ ടോട്ടൽ പ്രോഫിറ്റ് നമ്മൾ ആർക്കാണ്? ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ്. ഓരോ ഷെയറിൻ്റെ പുറത്തേക്കും വീതിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്ററിൽ എന്ത് വരും? നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ്, ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് വരും. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ഷെയർസിൻ്റെ ഓണർഷിപ്പിൻ്റെ ആണ് പ്രശ്നം. അതായത് ഒരു കൂട്ടം ആൾക്കാർ, ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് റിലയൻസ് എടുക്കാം. റിലയൻസ് എന്ന കമ്പനി, ആ കമ്പനീൻ്റെ ഷെയർ ഒരു കൂട്ടം ആൾക്കാർ ജനുവരിയിൽ വാങ്ങി, ഒരു വർഷത്തിൻ്റെ ജനുവരിയിൽ വാങ്ങി. മറ്റൊരു കൂട്ടം ആൾക്കാർ ആ വർഷത്തിൽ തന്നെ ജൂണിൽ വാങ്ങി. മറ്റൊരു കൂട്ടം ആൾക്കാർ കുറച്ച് ഷെയർസ് ആ വർഷത്തിൻ്റെ ലാസ്റ്റ് ഡിസംബറിൽ വാങ്ങി. എന്നിട്ട് ആ വർഷം ലാസ്റ്റ് പ്രോഫിറ്റ് എല്ലാവർക്കും ഒരേപോലെ വീതിക്കുകയാണെങ്കിൽ അത് ഫെയർ ആണോ? അല്ലല്ലോ. ഈ ഫെയർനെസ്, ഈ പ്രശ്നം അല്ലെങ്കിൽ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഈ ഫെയർനെസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താണ് വെയ്റ്റഡ് ആവറേജ് കാണുന്നത്. ഓക്കെ, അപ്പം ഡിനോമിനേറ്ററിൽ എന്ത് വരും? വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് കോമൺ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ്. ഇനി എന്താണ് കോമൺ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ്? എന്താണ് കോമൺ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ്? നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് ആണോ? അല്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡും ടോട്ടൽ നമ്പർ ഓഫ് കോമൺ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നതും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അതായത് ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു കമ്പനി ചിലപ്പം ആ കമ്പനീൻ്റെ തന്നെ ഷെയർ മാർക്കറ്റിൽ നിന്ന് റീപർച്ചേസ് ചെയ്യും. എന്നിട്ട് ട്രഷറി സ്റ്റോക്കായിട്ട് അവിടെ കീപ്പ് ചെയ്യും ആ കമ്പനിയിൽ. അപ്പം അത് ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡിന്ന് കുറയൂല. ഇഷ്യൂഡ് അവിടെ തന്നെ എമൗണ്ട് ഉണ്ടാവും. പക്ഷേ ഔട്ട്സ്റ്റാൻഡിങ് നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻ ദി മാർക്കറ്റ് കുറയും, കാരണം റീപർച്ചേസ് ചെയ്തു ഷെയർ. അപ്പം അവിടാണ് ഷെയർസ് ഇഷ്യൂഡിനും ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസിൻ്റെ വ്യത്യാസം. ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ്, നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻ ദി മാർക്കറ്റ്, മാർക്കറ്റിൽ എത്ര ആ കമ്പനീൻ്റെ ഷെയർ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്ത്? നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ്. പക്ഷേ നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് എന്ന് പറഞ്ഞാലോ ആ കമ്പനി എത്ര ഷെയർ ഇഷ്യൂ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് മാർക്കറ്റിൽ എത്ര ഷെയർ ഉണ്ട്, ആ ഷെയറിൻ്റെ പുറത്തേക്കാണ്, ഓരോ ഷെയറിൻ്റെ മുകളിലേക്കാണ് നമ്മൾ വീതിക്കുന്നത് പ്രോഫിറ്റിനെ. അപ്പോൾ നമ്മൾ ഡിനോമിനേറ്ററിൽ എന്തെടുക്കും? വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് കോമൺ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് എടുക്കും. ഇതാണ് ബേസിക്കലി നമ്മൾ EPS കണ്ടെത്തുന്ന ഒരു ഫോർമുല. അതായത് ന്യൂമറേറ്ററിൽ ഇൻകം അവൈലബിൾ ഫോർ കോമൺ ഷെയർ ഹോൾഡേഴ്സും ഡിനോമിനേറ്ററിൽ വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് കോമൺ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് EPS ആണ്. ടു ടൈപ്സ് ആണുള്ളത്. ഒന്ന് ബേസിക് ഏണിംഗ് പെർ ഷെയർ, രണ്ടാമത്തേത് ഡൈല്യൂട്ടഡ് ഏണിംഗ് പെർ ഷെയർ. എന്താണ് ബേസിക് ഏണിംഗ്സ് പെർ ഷെയർ? ഓക്കെ, ബേസിക് ഏണിംഗ് പെർ ഷെയർ ആണ് നമ്മളിപ്പം പഠിച്ചത്. അതായത് IACS ഡിവൈഡഡ് ബൈ വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് കോമൺ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ്. ഓക്കെ, ഇനി എന്താണ് ഡൈല്യൂട്ടഡ് ഏണിംഗ് പെർ ഷെയർ? ഡൈല്യൂട്ടഡ് ഏണിംഗ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ ചില കേസുകളിൽ, ചില വേഴ്സ്റ്റ് കേസുകളിൽ ബേസിക് ഏണിംഗ് പെർ ഷെയർ കുറയും, ഡൈല്യൂട്ട് ആവും, എന്നിട്ട് ഡൈല്യൂട്ടഡ് ഏണിംഗ് പെർ ഷെയർ ഫോം ആവും. ഓക്കെ, ഏതൊക്കെയാണ് കേസുകൾ? 3 കേസുകളാണുള്ളത്. ഒന്ന് ഓപ്ഷൻസ് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഡൈല്യൂട്ടഡ് ഏണിംഗ് പെർ ഷെയർ ഫോം ആവും. രണ്ടാമത്തേത് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്. കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഡൈല്യൂട്ടഡ് ഏണിംഗ് പെർ ഷെയർ ഫോം ആവും. മൂന്നാമത്തേത് കൺവേർട്ടബിൾ ബോൺസ്
കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഡൈല്യൂട്ടഡ് ഏർണിംഗ് പെർ ഷെയർ ഫോം ആവും. ഓക്കെ, ഇതാണ് 3 കേസുകൾ. ഈ 3 കേസുകൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ബേസിക് ഏർണിംഗ് പെർ ഷെയർ കുറയുന്നു. ഈ കുറയുന്നത് കാരണം ഡൈല്യൂട്ടഡ് ഏർണിംഗ് പെർ ഷെയർസ് ഫോം ചെയ്യുന്നു. ഓക്കെ, ഇനി എങ്ങനെയാണ് ഓപ്ഷൻസ് ഡൈല്യൂട്ടഡ് EPS ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയാണ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ ഡൈല്യൂട്ടഡ് EPS ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെയാണ് കൺവേർട്ടബിൾ ബോൺസ് ഡൈല്യൂട്ടഡ് EPS ക്രിയേറ്റ് ചെയ്യുക, ഈ 3 കാര്യങ്ങൾ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഓപ്ഷൻസ് എന്താണ്? സ്റ്റോക്ക് ഓപ്ഷൻസ് അതായത് ഒരു കമ്പനീൻ്റെ എംപ്ലോയീസിന് ആ കമ്പനിത്തെ സ്റ്റോക്ക് അല്ലെങ്കിൽ ഷെയർ ചെറിയ വിലക്ക് വാങ്ങാനുള്ള റൈറ്റിനാണ് സ്റ്റോക്ക് ഓപ്ഷൻസ് പറയുക. അങ്ങനെ സ്റ്റോക്ക് ഓപ്ഷൻസ് ആ എംപ്ലോയീസ് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? സ്റ്റോക്ക് പുതിയത് അവർ പർച്ചേസ് ചെയ്യും, സ്വാഭാവികമായിട്ടും ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് കൂടും, EPSന്റെ ഡിനോമിനേറ്റർ കൂടും. ഓക്കെ, ഇനി IACSനെ ബാധിക്കുന്നുണ്ടോ? ഇല്ല. ഇൻകം സ്റ്റേറ്റ്മെന്റിനെ ബാധിക്കില്ല. കാരണം എന്താണ്? അവിടെ സ്റ്റോക്കിന്റെ എണ്ണം കൂടുക എന്നല്ലാതെ വേറെ ഒന്നും സംഭവിക്കില്ല. ഓക്കെ, അപ്പൊ EPSന്റെ ഡിനോമിനേറ്ററിനെ മാത്രം ബാധിക്കും, ഡിനോമിനേറ്റർ കൂടും. ഡിനോമിനേറ്റർ മാത്രം കൂടുന്ന സമയത്ത് ഒരു റേഷ്യോ എന്താവും? കുറയും. ഓക്കെ, ഇനി കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ എങ്ങനെയാണ് ഡൈല്യൂട്ടഡ് EPS ക്രിയേറ്റ് ചെയ്യുന്നത്? ഓക്കെ, കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ കോമൺ ഷെയറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? പ്രിഫറൻസ് ഷെയർ ഇല്ലാതാവും, കോമൺ ഷെയറിൻ്റെ എണ്ണം കൂടും. കോമൺ ഷെയറിൻ്റെ എണ്ണം കൂടിയാൽ സ്വാഭാവികമായിട്ടും ഡിനോമിനേറ്റർ കൂടും. ഓക്കെ, ഡിനോമിനേറ്റർ കൂടി. ഇനി IACSനെ ബാധിക്കുന്നുണ്ടോ? IACSനെ ബാധിക്കുന്നുണ്ട്. കാരണം എന്താ? പ്രിഫറൻസ് ഷെയറിന് പ്രിഫേർഡ് ഡിവിഡൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ പണ്ട് കൊടുത്തിരുന്നു, ഇപ്പം കൊടുക്കണ്ട. കാരണം ഇപ്പോൾ പ്രിഫറൻസ് ഷെയർ ഇല്ല. ആ പ്രിഫറൻസ് ഷെയർ ആണ് കോമൺ ഷെയർ ആയിട്ട് മാറിയത്. അപ്പോൾ ആ പ്രിഫേർഡ് ഡിവിഡൻഡ് നമ്മൾ എന്ത് ചെയ്യും? ആഡ് ബാക്ക് ചെയ്യും. കാരണം പണ്ട് അത് കുറച്ചിരുന്നു, ഇപ്പോൾ ആ പ്രിഫറൻസ് ഷെയർ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നെറ്റ് ഇൻകം ആയിട്ട് ആഡ് ബാക്ക് ചെയ്യും. ഓക്കെ, അതാണ് ഇൻകം അവൈലബിൾ ഫോർ കോമൺ ഷെയർ ഹോൾഡേഴ്സ് അല്ലേ? ഓക്കെ, അപ്പോൾ അവിടെ IACSും കൂടും, ന്യൂമറേറ്റർ കൂടും, ഡിനോമിനേറ്റർ ആയിട്ടുള്ള വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് കോമൺ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ്ങും കൂടും. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരു റേഷ്യോന്റെ കൂടുകയാണെങ്കിൽ റേഷ്യോ എന്താവും? കുറയും. ഓക്കെ, അപ്പോൾ അവിടെ എന്തായി? ഡൈല്യൂട്ടഡ് ഏർണിംഗ് പെർ ഷെയർ EPS ഫോം ആയി. ഇനി എങ്ങനെയാണ് കൺവേർട്ടബിൾ ബോൺസ് ഡൈല്യൂട്ടഡ് EPS ഫോം ചെയ്യണത് എന്നുള്ളത് നോക്കാം. ഓക്കെ, കൺവേർട്ടബിൾ ബോൺസ് കോമൺ ഷെയറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ഫോമായി? കോമൺ ഷെയർ ഫോമായി. അപ്പം കോമൺ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് കൂടി, EPSന്റെ ഡിനോമിനേറ്റർ ആയിട്ടുള്ള വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് കോമൺ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് കൂടും. ഓക്കെ, ഡിനോമിനേറ്റർ കൂടും. ഓക്കെ, ഇനി ന്യൂമറേറ്റർ ആയിട്ടുള്ള IACSനെ ബാധിക്കും. കാരണം എന്താണ്? ബോണ്ടിന് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുത്തിരുന്നു, ഇനി ആ ഇൻട്രസ്റ്റ് കൊടുക്കണ്ട. കാരണം ആ ബോണ്ട് നമ്മൾ കോമൺ ഷെയറിലേക്ക് മാറ്റി കൺവേർട്ട് ചെയ്തു. ഓക്കെ, അപ്പം ബോണ്ടിന്റെ ഇൻട്രസ്റ്റിനെ പറ്റി പറഞ്ഞു. ഇനി ബോണ്ടിന്റെ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് നെറ്റ് ഇൻകത്തിനെ ബാധിക്കുന്നത്? അത് ഇൻട്രസ്റ്റ് ആയിട്ടാണോ ബാധിക്കുന്നത്, അല്ലെങ്കിൽ ആഫ്റ്റർ ടാക്സ് ഇൻട്രസ്റ്റ് ആയിട്ടാണോ ബാധിക്കുന്നത്? ആഫ്റ്റർ ടാക്സ് ഇൻട്രസ്റ്റ് ആയിട്ടാണ് ബാധിക്കുന്നത്. ആഫ്റ്റർ ടാക്സ് ഇൻട്രസ്റ്റ് എമൗണ്ട് ആണ് നെറ്റ് ഇൻകത്തിനെ ബാധിക്കുന്നത്. അതെങ്ങനെയാണ് നെറ്റ് ഇൻകം നമ്മൾ കാണല്? ഇൻകം സ്റ്റേറ്റ്മെന്റിന്റെ ഫോർമാറ്റ് നോക്കാം. ഇൻകം സ്റ്റേറ്റ്മെന്റ് ഫോർമാറ്റ് നോക്കുന്ന സമയത്ത് കോൺട്രിബ്യൂഷൻ മാർജിൻ ഫിക്സഡ് കോസ്റ്റ് കുറയുന്നു, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഫോം ആവും. അതിൽ നിന്നാണ് ഇൻട്രസ്റ്റ് കുറയ്ക്കുക. ഇൻട്രസ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് നിന്ന് പിന്നെ നമ്മൾ ടാക്സ് കുറയ്ക്കും. ടാക്സ് കുറച്ച് കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് ആണ് നെറ്റ് ഇൻകം. പിന്നാണ് പ്രിഫേർഡ് ഡിവിഡൻഡ് കൊടുക്കുക, IACS അങ്ങനെ ഫോം ആണ്. ഓക്കെ, അപ്പം അവിടെ നെറ്റ് ഇൻകത്തിലേക്ക് വന്ന എമൗണ്ട് ഏതാണ്? ആഫ്റ്റർ ഇൻട്രസ്റ്റിനും നമ്മൾ ആഫ്റ്റർ ടാക്സ് ആക്കിയില്ലേ, ടാക്സ് കുറച്ചില്ലേ? ഓക്കെ, അപ്പൊ നെറ്റ് ഇൻകത്തിനെ ബാധിച്ച എമൗണ്ട് ആഫ്റ്റർ ടാക്സ് ഇൻട്രസ്റ്റ് ആണ് അല്ലേ? ഓക്കെ, അപ്പൊ മുമ്പ് നമുക്ക് ആഫ്റ്റർ ടാക്സ് ഇൻട്രസ്റ്റ് പറഞ്ഞ ഒരു എമൗണ്ട് കുറഞ്ഞിരുന്നു. ഇനി ആ എമൗണ്ട് കുറയില്ല. കാരണം എന്താ? അവിടെ ആ ബോണ്ട് ഇല്ല. ആ ബോണ്ടിന് പകരം ആ ബോണ്ട് നേരെ കൺവേർട്ട് ആയി എന്തിലേക്ക്? കോമൺ ഷെയറിലേക്ക്. ഓക്കെ, അപ്പൊ ഡിനോമിനേറ്റർ ആയിട്ടുള്ള ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് കോമൺ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് കൂടും, IACSും കൂടും. IACS എങ്ങനെ കൂടും? ആഫ്റ്റർ ടാക്സ് ഇൻട്രസ്റ്റ് എമൗണ്ട് ആഡ് ബാക്ക് ചെയ്യപ്പെടും. കാരണം ഇപ്പോൾ ആ ഇൻട്രസ്റ്റ് ഇല്ല. ആ ഇൻട്രസ്റ്റ് എന്തായി? ആ ഇൻട്രസ്റ്റ് ഇല്ലാതായി. പകരം അവിടെ ആ ബോണ്ടുകൾ കോമൺ ഷെയർ ആയിട്ട് മാറി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടെ ന്യൂമറേറ്റർ കൂടി IACS, ഡിനോമിനേറ്ററും കൂടി എന്താണ്? വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് കോമൺ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ്. അപ്പോൾ റേഷ്യോൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കൂടിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? റേഷ്യോ കുറയും. അതുകൊണ്ട് തന്നെ EPS കുറയും. EPS കുറയുന്ന സമയത്ത് ഡൈല്യൂട്ടഡ് EPS ഫോം ആവും. അങ്ങനെയാണ് കൺവേർട്ടബിൾ ബോൺസ് ഡൈല്യൂട്ടഡ് EPS ഫോം ചെയ്യുന്നത്. ഓക്കെ.